ഇതാണോ ദൈവമേ നീ ഞങ്ങൾക്ക് കനിഞ്ഞു വെച്ച രക്ഷകൻ. നോഹ സദോയ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിദേശ താരങ്ങളെ ഇറങ്ങി വന്നിട്ടുള്ള ഒരു ടീമാണ്. നമ്മൾ ഒരുപാട് താരങ്ങളെ കൊണ്ടുവന്ന് ISL പെർഫെക്റ്റ് ആയിട്ടുള്ള താരങ്ങളായിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബാണ് നമ്മളത്. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ അത്ര പെട്ടെന്ന് ഒരു താരത്തെ ISL നിന്നും സ്വന്തമാക്കാറില്ല, വിദേശ താരങ്ങളെ. ഇത്തവണ നോവ സദോയ് കഴിഞ്ഞ സീസണിലെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു നോവ നമ്മുടെ ടീമിലേക്ക് വരുന്നു എന്നുള്ളത്. അത് നമ്മൾ ഒരുപാട് പ്രതീക്ഷയാണ്, കാരണം അത് നമുക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു. പിന്നീട് ഒരുപാട് പ്രതീക്ഷകൾ നമ്മൾക്കുണ്ട്. നോവ വരും, കളി മാറും എന്നൊക്കെയുള്ള കപ്പടിക്കാനുള്ള ചാൻസുകളൊക്കെ ഉണ്ടാവുന്നു. ഈ 2 മത്സരങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും നോഹയുടെ ആ വില എന്താണ്, അദ്ദേഹം എങ്ങനെയുള്ള കളിക്കാരനാണ് എന്നൊക്കെ ബ്ലാസ്റ്റേഴ്സിന് തന്നെ കാണിച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ സ്ക്രീനിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2ാമത്തെ മത്സരത്തിൽ അദ്ദേഹം നേടിയിട്ടുള്ള ഒരു ഗോള്, അതൊക്കെയാണ് ഒറ്റയാൻ പോരാട്ടം എന്ന് പറയുന്നത്. വാട്ട് എ ക്ലാസിക് ഗോൾ നോഹ സദോയ്. കാരണം ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലാണ് മത്സരം നടക്കുന്നത്. ആരാധകരൊക്കെ ഇങ്ങനെ ഇരമ്പി നിൽക്കുന്ന ആ ശബ്ദത്തിനൊക്കെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്ക്രീനിൽ കളി കൊണ്ടിരിക്കുന്ന ആരാധകർക്കൊക്കെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു സ്കിൽഫുൾ മൊമെൻറ്റ്, അതും അത്ര നേരം സ്റ്റാൻഡേർഡ് പെർഫോമൻസ് കാഴ്ചവെച്ച റാക്കിവിൻ്റെ മുമ്പിലൂടെ ഇജ്ജാതി ഒരു പ്രകടനം കാഴ്ചവെച്ച് ഗില്ലിൻ്റെ നടയിലൂടെയാണ് പന്തിട്ടിട്ട് ഗോളാക്കിയിട്ട് സ്കോർ ചെയ്യുന്നത്. ഈ ഇജ്ജാതി ഒരു കളിയാണ് മച്ചാനെ. ഇമ്മാരി ഒരു താരമാണ്. നമുക്ക് ആകെ പറയാനുള്ളത്, ഇനി ദൈവത്തോട് പറയാ, അദ്ദേഹത്തിന് പരിക്ക് പറ്റല്ലേ, കേരള ബ്ലാസ്റ്റേഴ്സിനൊന്ന് രക്ഷിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു താരമായിരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുള്ളൂ. കാരണം എങ്ങനെയാണ് എന്താണ് സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. സ്വാഭാവികം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നിട്ടുള്ള പല താരങ്ങൾക്കും പരിക്ക് മാത്രങ്ങളാണ് വില്ലനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല സീസണുകളും നമ്മളടുത്ത് നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവൻ കഴിഞ്ഞ സീസൺ പോലും എടുത്തു നോക്കുക. ഈ സീസണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അടുപ്പിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഉന്മേഷം കൊള്ളുന്നത് ഈ ഒരൊറ്റ പേരിലാണ്, നോഹ സദോയ്. ഇജാതി ഒരു പ്ലെയറാണ്, സ്കിൽഫുൾ ടാലൻ്റാണ്. നോയയുടെ വിങ്ങിലൂടെയുള്ള അറ്റാക്കിങ്, ഇപ്പോൾ നോയനെ സംബന്ധിച്ചിടത്തോളം വിങ്ങിൽ നോയൻ്റെ കയ്യിൽ കിട്ടിയാൽ, പന്ത് കിട്ടി നമുക്കൊരു പ്രതീക്ഷയാണ്. അത് എങ്ങനെ വന്നാലും ബോക്സിലേക്ക് അടിക്കും, അതല്ലെങ്കിൽ പോസ്റ്റിൽ തട്ടിത്തെറിക്കും, ഗോളിക്ക് സേവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്തായാലും ഗോളാവും എന്നുള്ള പ്രതീക്ഷയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുള്ളത്. കാരണം നോഹ സദോയ് അങ്ങനത്തെ ഒരു പ്ലെയറാണ്. നമുക്ക് എപ്പോഴും ഇങ്ങനെ പ്രതീക്ഷകൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. ഇത്തവണയും നമുക്ക് ആ ഒരു പ്രതീക്ഷകൾ നിലനിർത്താനായിട്ട് നോഹ അവിടെ നിൽക്കട്ടെ എന്നേ പറയാനുള്ളൂ. സോ ഫസ്റ്റ് മത്സരത്തിൽ നമ്മൾ കണ്ടു, അദ്ദേഹം ഈ സെൻട്രൽ മിഡ്ഫീൽഡറാക്കി ഇട്ടതിന് ശേഷം അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ വിങ്ങുകളിലേക്ക് വരുമ്പോൾ അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന ദൃശ്യങ്ങൾ, ഇന്ന് മിഖായിൽ സ്റ്റെയർ എന്ന് പറയുന്ന നമ്മുടെ ആശാന് ഏറ്റവും കൂടുതൽ ശക്തി പകരുന്നത് വിങ്ങുകളിലൂടെയുള്ള അറ്റാക്കിംഗ് ആണ്. അതിന് മുൻതൂക്കം കൊടുക്കുന്നത് ആരാ? അതിന് ചുക്കാൻ പിടിക്കുന്നത് നോഹ സദോയ് എന്ന് പറയുന്ന ഈ മൊറോക്കൻ താരമാണ്. ബ്ലാസ്റ്റേഴ്സിന് എതിരാളികളെ നേരിടാൻ ദൈവം കനിഞ്ഞു നൽകിയ ഒരു ഇബ്ലീസാണ് നോഹ സദോയ് എന്ന് പറയുന്നത്.